സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ ഞാൻ ഗോപിനാഥനെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓർമ്മയുണ്ടല്ലോ? യെസ് സർ. കല്യാണത്തിന് വരുന്ന എല്ലാ അതിഥികളെയും കർശനമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം കടത്തിവിട്ടാൽ മതി. ഇവിടെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. ഷുവർ സർ. അകത്ത് വേണ്ടത്ര പോലീസുകാരെ നിർത്തുക. പുറത്ത് എത്ര കാലം പോലീസ് വേണമെങ്കിലും ബന്ധവസിനുണ്ടാകട്ടെ. ബട്ട് ഒരു പഴി പോലും വിട്ടുപോകരുത്. വി മസ്റ്റ് ഫേസ് ദി ചാലഞ്ച്. യെസ് സർ. എല്ലാം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ടി വി, മെറ്റൽ ഡിറ്റക്ടർ എല്ലാം. ഹലോ. അതെ, ഉണ്ട്. ഫോൺ. യെസ് മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ എന്തൊക്കെ സന്നാഹങ്ങൾ ഒരുക്കിയാലും നാളെ മുഹൂർത്ത സമയമായ 10:40 മുമ്പ് ബാലുവിനെ ഞാൻ കൊന്നിരിക്കും. തീർച്ച. എല്ലായിടവും ചെക്ക് ചെയ്യുക. ഒരിടവും വിട്ടുപോകരുത്. സംശയമുള്ള ആരായിരുന്നാലും പരിശോധിക്കണം. ഇത് നമ്മളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. 10:40 മുൻപായി ബാലുവിനെ കൊന്നിരിക്കുമെന്ന് അയാൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ബാലുവിന്റെ അടുത്തും കല്യാണ മണ്ഡപത്തിലും വളരെ അത്യാവശ്യമുള്ളവരെ മാത്രം കടത്തിവിട്ടാൽ മതി. യെസ് സർ. ഡോക്ടർ രാമചന്ദ്രൻ അത്ര നിസ്സാരപ്പെട്ടവനല്ല. അയാൾ ഏത് വിധത്തിലും ഏത് വേഷത്തിലും അകത്ത് കിടക്കാൻ ശ്രമിക്കും. സോ ബി അലേർട്ട്. ഓക്കെ? മൂവ് നൗ. എന്താ? അയ്യോ, ഒന്നും വേണ്ട. ഇവരെല്ലാം എന്റെ അടുത്ത ബന്ധുക്കളാ. ഹലോ, വണ്ടർഫുൾ അറേഞ്ച്മെന്റ്. മിസ്റ്റർ ഗോപിനാഥ്, സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ താങ്കൾ ഇത്രമാത്രം ശ്രദ്ധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഐ എം വെരി ഹാപ്പി. ഈ വലയം തേച്ച് അകത്ത് കിടക്കാൻ ഡോക്ടർ രാമചന്ദ്രനല്ല, സാക്ഷാൽ ഉടയമ്പലം വിചാരിച്ചാൽ പോലും സാധ്യമല്ല. താങ്ക് യു സർ. താങ്ക് യു. രവീന്ദ്രൻ, ചുവറിന് മുകളിലും മുക്കിലും മൂലയിലും കവർ ചെയ്യാൻ വീഡിയോഗ്രാഫറോട് പറയും. ഓക്കെ? യെസ് സർ.
പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളാണ്. ഓ, അല്ല, ഇത്രയും പോലീസിന്റെ ജനങ്ങളുടെ ഇടയ്ക്ക് എന്ത് ചെയ്യാനല്ലേ? ഡോണ്ട് വറി മിസ്റ്റർ മേനോൻ. ഡോക്ടറോട് എനിക്കറിയില്ല. നോക്ക്, SP അദ്ദേഹം വരുന്നതിന് മുമ്പ് ഉള്ള സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലത്. ആര് വന്നാലും എനിക്കൊന്നും പറയാനില്ല. സത്യം പറയടാ. നിന്റെ കാറിലല്ലേ ഡോക്ടർ വന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പറയടാ, ആ ഡോക്ടറെ വിളിച്ചിരിക്കുന്നത്. ഞാനങ്ങ് വിളിച്ചിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഈ നിരപരാധി എന്തിനു ഉപദ്രവിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടത് തന്നെയല്ലേ? എന്നെ അറസ്റ്റ് ചെയ്തോളൂ. മാസങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ ഇതേ ന്യായാസനത്തിന് മുന്നിൽ കണ്ണീരിന് പകരം ചോര ഒലിക്കുന്ന കണ്ണുകളുമായി ഞാൻ നിന്നു. ഒരിക്കൽ നീതിക്ക് വേണ്ടി ഇരുന്നു. എന്റെ കണ്ണുനീര് കാണാൻ ഇവിടുത്തെ നിയമത്തിന് പ്രൊവിഷൻ ഉണ്ടായില്ല. നിയമത്തിന് ആവശ്യം തെളിവുകളായിരുന്നു. What the hell should I have done at the moment of my life? തെളിവുകൾ. സ്വന്തം ഭാര്യയും പെങ്ങളും എന്റെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ കൈയും കാലും കെട്ടപ്പെട്ട് ശബ്ദമുയർത്താൻ പോലും കഴിയാതെ എല്ലാം കണ്ടു നിൽക്കേണ്ടി വന്ന എന്റെ ഗതികേട്. ഞാനപ്പോൾ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? തെളിവുകൾക്ക് വേണ്ടി സാക്ഷികളെ വിളിച്ചു കൂട്ടണമായിരുന്നോ? നിയമം തെളിവുകൾക്ക് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ അതിന്റെ പരിധികൾക്കിടയിലൂടെ അപരാധികൾ രക്ഷപ്പെട്ടു. തെളിയിക്കപ്പെടാതെ പോയ സത്യങ്ങളെ നിയമം കണ്ടതേയില്ല. എന്റെ കൺമുന്നിൽ വെച്ച് ആ ക്രൂരകൃത്യം ചെയ്തവരെ രക്ഷിക്കാൻ അലീബി എവിഡൻസ് ഉണ്ടായിരുന്നു. അതിന് സാക്ഷ്യം വഹിക്കാൻ നിയമം നിർമ്മിക്കാൻ വേണ്ടി ജനങ്ങൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയച്ച ഈ ജനപ്രതിനിധി ഉണ്ടായിരുന്നു. തെളിവുകളുടെ പിൻബലം മാത്രം നോക്കുന്ന നിയമം. ഇതിന്റെ പേര് നീതി എന്നാണെങ്കിൽ ഞാൻ പറയും ആ വാക്കിന് അർത്ഥം നഷ്ടപ്പെട്ടുവെന്ന്. അപരാധികളെന്ന് സത്യം ബോധ്യപ്പെടുത്തിയ അവരെ 7 പേരെയും അലീബി എന്ന സ്ഥാപിച്ചെടുത്ത തെളിവുകൾ രക്ഷപ്പെടുത്തി. അവർ 7 പേരും ഒന്നും ജീവിച്ചിരിപ്പില്ല. സത്യം എന്തുമാവട്ടെ, അവരെങ്ങനെ കൊല്ലപ്പെട്ടു? അത് തെളിയിക്കാൻ ഇവിടുത്തെ നിയമത്തിന് ശക്തിയുണ്ടോ? ഐ എം സേയിങ് എ ബിഗ് നോ. ഇല്ല സാർ, തെളിവുകൾ ഹാജരാക്കാൻ ഇവർക്ക് കഴിയില്ല. ഓരോ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നെ സംശയിച്ചു. പക്ഷേ കൊല്ലപ്പെട്ടവർ എനിക്കെതിരെ പ്രയോഗിച്ച അതേ അലീബി എവിഡൻസിന്റെ എന്റെ രക്ഷയ്ക്കെത്തി. ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. എനിക്കത് പ്രൂവ് ചെയ്യാൻ കഴിയും. ഓരോ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും ഞാൻ ഓരോരോ സ്ഥലങ്ങളിലായിരുന്നു. ജഡ്ജിയുടെ വീട്ടിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ, കോൺഫറൻസ് ഹാളിൽ.
ഈ അലീബികൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഞാൻ എത്ര പേരെ വേണമെങ്കിലും നിർത്താം. നിയമത്തിന്റെ വായു മൂടിക്കെട്ടാൻ ഈ തെളിവുകൾക്ക് ഇന്ന് ശക്തിയുണ്ട്. എന്നെ ശിക്ഷിക്കാൻ നിയമത്തിന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ന്യായാസനത്തിന് കഴിയില്ല. ആൻഡ് ഐ നോ ഇറ്റ്. ചിതലരിച്ചുപോയ താളുകളിലെ അർത്ഥം നഷ്ടപ്പെട്ടുപോയ വാക്കുകൾക്കപ്പുറത്ത് സത്യത്തെ കാണാൻ ഇവിടുത്തെ നിയമത്തിന് സ്വാതന്ത്ര്യമില്ല. ഈ മറുപറ്റി എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. പക്ഷേ മറ്റെല്ലാത്തിലും വലുത് എനിക്കെന്റെ മനസാക്ഷിയാണ്. എന്റെ കണ്ണുനീര് കാണാൻ കൂട്ടാക്കാത്ത നിയമത്തെ ഞാൻ കയ്യിലെടുത്തു. അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ കണക്കുകൾ ഞാൻ വീട്ടി. രക്ഷപ്പെടാനാണ് ആഗ്രഹമെങ്കിൽ പക്ഷേ പകരം ശിക്ഷിക്കപ്പെടുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു അനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പാവം അരുണായിരിക്കും. But I don't want it. ഞാൻ രക്ഷപ്പെട്ടാൽ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാണ്. എന്നോട് തെറ്റ് ചെയ്ത നിയമത്തോട് ഞാൻ അതേ ഭാഷയിൽ മറുപടി പറഞ്ഞാൽ പിന്നെ ഞാൻ ആരായി? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ പതിച്ച തൊഴിൽ മനുഷ്യരെ രക്ഷിക്കാനാണ്, വേദന അകറ്റാനാണ്. എന്നിട്ടും ഞാനൊരു കൊലപാതകയായി. ഒന്നല്ല 7 തവണ. Yes, I did it. എന്റെ കഥ, എന്റെ ഈ ശബ്ദം മന്നിച്ചുറങ്ങിപ്പോയ നിയമത്തിന്റെ കണ്ണുറപ്പിക്കാൻ ഉതകുമെങ്കിൽ ഈ ജന്മം കൊണ്ട് അത്രയും സാഫല്യം നേടിയെന്ന് ഞാൻ കരുതും. 7 കൊലപാതകങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്. വേണമെന്ന് കരുതിക്കൂട്ടി തന്നെ പൂർണ്ണ മനസ്സോടെ ഞാനത് ഏറ്റുപറയുന്നു. ഞാൻ സത്യത്തിന്റെ കാവലായി മാത്രം മാറേണ്ട നിയമത്തിന് സ്വയം കീഴടങ്ങുന്നു. എന്നെപ്പോലെ പൊട്ടിത്തെറിക്കാൻ ശക്തി കിട്ടാതെ പോയ ആയിരങ്ങൾക്ക് വേണ്ടി, ദുഃഖം കരുത്തമർത്തി വിധിക്ക് വഴങ്ങേണ്ടി വന്ന ആയിരങ്ങൾക്ക് വേണ്ടി ഞാൻ രക്തസാക്ഷിയാകാം.